ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ തട്ടകമായിരുന്ന മലമ്പുഴയിൽ അദ്ദേഹത്തിന്റെ മകൻ അരുൺ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള LDF നീക്കത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാൻ UDF നീക്കം. VSന്റെ സന്തത സഹചാരിയും വിശ്വസ്തനുമായിരുന്ന A സുരേഷിനെ ഇവിടെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമം തുടങ്ങിയത്. ദീർഘകാലം VSന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന സുരേഷിനെ UDF സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ സുരേഷിനെ കണ്ട് സംസാരിച്ചു. സുരേഷിനെ സ്ഥാനാർത്ഥിയായി ലഭിച്ചാൽ ഇടത് കോട്ടയായ മലമ്പുഴയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥിയാക്കാൻ UDF നേതാക്കൾ സമീപിച്ചെന്ന് A സുരേഷ് സ്ഥിരീകരിച്ചു. അതേസമയം മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളെ തീരുമാനം അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. CPMൽ നിന്ന് പുറത്താക്കിയിട്ട് 11 വർഷമായി. എന്നാൽ ഇപ്പോഴും ഇടതുപക്ഷ അനുഭാവിയായി തുടരുകയാണ്. മറ്റൊരു പാർട്ടിയിലേക്ക് ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുരേഷ് പറഞ്ഞു. CPMുമായി നിലനിൽക്കുന്ന അകൽച്ച മുതലാക്കാനാണ് കോൺഗ്രസ് ഇദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ സമയം ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ജാമ്യാപേക്ഷ തള്ളിയത്. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ജാമ്യാപേക്ഷ നൽകാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തട്ടിയെടുത്ത സ്വർണം വാങ്ങിയെന്ന് ആരോപിച്ചാണ് കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രഖ്യാപിച്ച് 5 വർഷം കഴിഞ്ഞിട്ടും നടി ശോഭനയ്ക്കടക്കം 3 പേർക്ക് കാലടി സംസ്കൃത സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകിയില്ലെന്ന ആക്ഷേപം. നടി ശോഭന, സംസ്കൃത പണ്ഡിതൻ NP ഉണ്ണി, ശാസ്ത്രീയ സംഗീതജ്ഞൻ TM കൃഷ്ണ എന്നിവരെ ഡീലിറ്റ് നൽകി ആദരിക്കാൻ 2021 തീരുമാനിച്ചത്. അന്ന് ഗവർണറുടെ സമയം ലഭിക്കാത്തതിനെ തുടർന്നാണ് ചടങ്ങ് മാറ്റിവെച്ചതെന്നും പിന്നീടത് മറന്നുപോയതാകാമെന്നും മുൻ VC ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് പറഞ്ഞു. എന്നാൽ സർവകലാശാല 5 പൈസയില്ലാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അലയുകയാണെന്നും നിലവിൽ ഡീലിറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലെന്നാണ് നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ K ഗീതാകുമാരിയുടെ പ്രതികരണം. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നിഷേധിക്കുന്നതിനെ ചൊല്ലി സഭ ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിനെ തുടർന്ന് സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർക്കെതിരായ മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിക്കാൻ ശ്രമിച്ചതോടെയാണ് രാഹുൽ ഗാന്ധിക്ക് സ്പീക്കർ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിനിടെ ലോക്സഭയിൽ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത സാഹചര്യത്തിൽ സെക്രട്ടറി ജനറലിനാണ് പ്രതിപക്ഷ നേതാക്കൾ സ്പീക്കർക്കെതിരായ നോട്ടീസ് കൈമാറിയത്. MPമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന കത്തും സ്പീക്കർക്ക് നൽകി. 14 ദിവസത്തിന് ശേഷമായിരിക്കും നോട്ടീസ് പരിഗണിക്കുക. 118 MPമാരാണ് നോട്ടീസിൽ ഒപ്പുവെച്ചത്. അതേസമയം തൃണമൂൽ കോൺഗ്രസും NCPയും നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യ സഖ്യം യോഗം ചേർന്നാണ് സ്പീക്കറെ നീക്കാനുള്ള നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ മമതാ ബാനർജി കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് തൃണമൂൽ ഒപ്പുവെക്കില്ലെന്ന് അറിയിച്ചത്. MM നരവനെയുടെ പുസ്തകം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് ആമസോണിൽ നിന്നാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പുസ്തകം പുറത്തു വന്നതിൽ ഗൂഢാലോചനയുണ്ടെന്ന് പറഞ്ഞ് ഡൽഹി പോലീസ് അന്വേഷണം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് വേണുഗോപാലിന്റെ പ്രതികരണം. അവർക്ക് പുസ്തകത്തെ ഭയമുണ്ടെന്ന് മനസ്സിലായി. എന്തൊരു പേടിയാണ്. അതാണ് 56 ഇഞ്ചിന്റെ ഗുണം. പുസ്തകം ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അവർക്കെതിരെയും കേസെടുക്കേണ്ടി വരും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുക എന്നത് എല്ലാ ഏകാധിപതികളും ചെയ്യുന്നതാണ്. ഇതുകൊണ്ടൊന്നും സത്യം പുറത്തു വരാതിരിക്കില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെതിരെ SFI നടത്തിയ പ്രതിഷേധം പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചു. സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്തതിലും കായിക വിദ്യാർത്ഥികൾക്ക് TA നൽകാത്ത VCയുടെ നിലപാടിനെതിരെയുമായിരുന്നു SFI സമരം. ബാരിക്കേഡുകൾ വെച്ച് സർവകലാശാല ആസ്ഥാനത്തിന്റെ കവാടത്തിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. ജലപീരങ്കിയും പ്രയോഗിച്ചു. എന്നാൽ ബാരിക്കേഡ് മറികടന്ന് വിദ്യാർത്ഥികൾ സർവകലാശാല ആസ്ഥാനത്ത് കയറി. ബുധനാഴ്ച മുതൽ സർവകലാശാല ആസ്ഥാനത്ത് രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. SFI സംസ്ഥാന നേതാക്കളാണ് നേതൃത്വം നൽകുന്നത്. ഗൾഫ് മേഖലയിൽ അമേരിക്കയുമായുള്ള സൈനിക സംഘർഷം മുറുകുന്നതിനിടെ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. തങ്ങളെ ആക്രമിക്കാൻ മുതിർന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ കേന്ദ്രങ്ങളെ ശക്തമായി ആക്രമിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അമേരിക്കയുടെ സൈനിക വിന്യാസം തങ്ങളെ ഭയപ്പെടുത്തില്ലെന്നും ഇറാൻ മന്ത്രി കൂട്ടിച്ചേർത്തു. അമേരിക്കൻ മണ്ണിൽ ആക്രമണം നടത്തുക സാധ്യമല്ലെങ്കിലും അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അരാക്ചി പറഞ്ഞു. ഇറാനിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇറാനിയൻ യുവാവ് ജീവനൊടുക്കിയത് ലോകത്തിൽ ഞെട്ടൽ സമ്മാനിച്ചു. തെക്കൻ തുറമുഖ നഗരമായ ബുഷഹറിൽ നിന്നുള്ള പുരിയ ഹമീദി എന്ന യുവാവാണ് ഇറാനുമായി യാതൊരുവിധ നയതന്ത്ര ചർച്ചകളും നടത്തരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്തുവിട്ട ശേഷം ജീവനൊടുക്കിയത്. 10 മിനിറ്റ് 44 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ തന്റെ YouTube ചാനലിലാണ് ഹമീദി പങ്കുവച്ചത്.
ഇറാന്റെ മോചനത്തിനായി വിദേശ ഇടപെടൽ അനിവാര്യമാണെന്നാണ് ഹമീദിയുടെ വാദം. അയത്തുള്ള അലി ഖമനയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടവുമായി ചർച്ച നടത്തുന്നത് പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ ചതിക്കുന്നതിന് തുല്യമാണെന്ന് ഹമീദി പറഞ്ഞു. ഖമനയുടെ സൈന്യത്തെ നേരിടാൻ സാധാരണക്കാരായ ഇറാൻ പൗരന്മാർക്ക് കഴിയില്ലെന്നും അമേരിക്ക ഇറാനെ ആക്രമിക്കുക എന്നതാണ് തങ്ങളുടെ അവസാന പ്രതീക്ഷയെന്നും യുവാവ് വീഡിയോയിൽ പറയുന്നു. 40,000-ലേറെ പേർ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടെന്നും ഈ വീഡിയോയിൽ ഹമീദി പറയുന്നു. ചുമട്ടുതൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൊടുപുഴ കോലാനി ചേരി കോതായിക്കുന്നിൽ മജീദിനെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കയ്യാലയ്ക്ക് താഴെയായി വീണുകിടക്കുന്ന നിലയിലായിരുന്നു ഇയാളെ കണ്ടെത്തിയത്. പോലീസ് എത്തി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ശരീരത്തിൽ സാരമായി പരിക്കുകളേറ്റ നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. മർദ്ദനത്തിലാണോ അപകടത്തിലാണോ പരിക്കേറ്റതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. കോലാനിശ്ശേരിയിൽ ഇന്നലെ ഏതാനും പേർ സംഘം ചേർന്ന് മദ്യപിച്ചിരുന്നു. മജീദും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇതിലുണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന് വക്കീൽ നോട്ടീസ് അയച്ച് ആന്റോ ആന്റണി MP. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. തനിക്കെതിരെ ഉദയഭാനു ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവ പിൻവലിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. ആന്റോ ആന്റണിയുടെ ബാംഗ്ലൂരിലെ ഭൂമി ഇടപാട് അന്വേഷിക്കണമെന്നായിരുന്നു ഉദയഭാനുവിന്റെ ആരോപണം. NM രാജുവിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ കണക്ക് ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ടോ എന്നും ആ കണക്കിന്റെ രേഖ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് താൻ ആവശ്യപ്പെടുമെന്നും അതിനായി വിവരാവകാശ അപേക്ഷ ഉടൻ നൽകുമെന്നും ഉദയഭാനു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.